ഇന്നേ കണ്ണൂർ സ്റ്റൈൽ നെയ്പത്തിരി റെഡിയാക്കി എടുത്താലോ? പൊരിച്ച പത്തിരി എന്നും നെയ്പത്തൽ എന്നെല്ലാം അറിയപ്പെടുന്ന ഇതിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ മിനുസമുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് അളവിൽ നല്ല നുറുക്കുള്ള അരിപ്പൊടി ഇല്ലേ, പുട്ടിൻ്റെ പൊടി, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനേക്കായി ഞാൻ 1/4 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയം ഞാനൊരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കാം. കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നൂൽപൊട്ടിനൊക്കെ കുഴച്ച ആ ഒരു പരുവായിരിക്കണം മാവ്. അധികം ലൂസായി പോകാനോ അധികം ടൈറ്റായി പോകാനോ പാടില്ല. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയുടെ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉരുട്ടിയെടുത്തിരിക്കുന്ന പത്തലിൻ്റെ കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രം വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇത് എണ്ണയുടെ കവറായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല. നമുക്കിനി ഇത് എടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലേ നമ്മൾ കോരുന്ന തവി കൊണ്ടില്ലേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അത് പൊങ്ങി വരും. പിന്നെ ഒരു ഭാഗം മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടും ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ബോൾ പോലെ പൊങ്ങി വരും. 2 ഭാഗവും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തൽ റെഡിയായി കഴിഞ്ഞു. ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ഇതുപോലെ നെയ്പത്തൽ തയ്യാറാക്കി എടുക്കണേ. അതുപോലെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.